നമസ്കാരം, രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഈ വീഡിയോ എന്ന് വെച്ചാൽ സമയമുള്ളവർ മാത്രം കാണുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ പല വ്യക്തികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. റെൻ്റ് എ കാർ, വാടകയ്ക്ക് നമ്മൾ കാറുകളെടുത്ത് ദൂരയാത്ര പോകുന്നവരാണ് മിക്കവരും. ഇപ്പോഴും ഇത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടും ഓരോ വ്യക്തികളും വാടകയ്ക്ക് കാറെടുത്ത് ദീർഘയാത്ര പോവുകയാണ്. ഇതിൻ്റെ ഗുണം ഒന്നുമില്ല, ദോഷം മാത്രമേ ഉള്ളൂ. ഭയങ്കര അപകടം പിടിച്ച ഒരു സംഭവമാണ് നിങ്ങൾ ചെയ്യുന്നത്. വേറൊന്നുമില്ല. ഇപ്പം നമ്മൾ വാടകയ്ക്ക് വാഹനം എടുക്കുന്നു, ഒന്നുകിൽ നമ്മളെ പാസ്പോർട്ട്, ഇല്ലെങ്കിൽ ലൈസൻസ്, ഇല്ലെങ്കിൽ വാലിഡ് ഐറ്റംസ് എന്തെങ്കിലും ഒറിജിനൽ കൊടുത്ത ശേഷമാണ് നമ്മൾ വാടകയ്ക്ക് കാർ എടുക്കുന്നത്. പിന്നെ ഡെയിലി ഈ വണ്ടിയുടെ സൈസ് പോലെ ഇരിക്കും. ചെറിയ വണ്ടിക്ക് 800 രൂപ മുതൽ വലിയ വണ്ടിക്ക് 2500 വരെ ഒരു ദിവസം റെൻറ്റ് വാങ്ങിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്നത്? ശരി, ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കാറുണ്ടെന്ന് കാണിക്കുന്നതിൻ്റെ ആവശ്യം എന്തിനാണ്? ആർക്ക് വേണ്ടിയാണ്? എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു തരാം. എൻ്റെ അനുഭവമല്ല, ഞാൻ റെൻറ്റിന് കാർ എടുക്കാറില്ല. പക്ഷേ റെൻറ്റിന് കാർ എടുത്ത് പെട്ട് നിൽക്കുന്ന എൻ്റെ സഹോദരന്മാരെ ഒരു പരിധിവരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അന്ന് ഞാൻ ചെയ്ത സഹായം. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ദൂരയാത്ര പോകുന്നു, നമ്മൾ ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് എല്ലാം അവർക്ക് ഈട് കൊടുത്ത് ആ റെൻറ്റിന് കാർ എടുക്കുകയാണ്. നമ്മളതിൽ പെട്രോൾ അടിക്കുന്നു, ദൂരയാത്ര പോവുകയാണ്. ഓക്കെ, പിന്നെ ആ വണ്ടി ആരെ വണ്ടിയാണെന്നോ ആരെ പേരിലാണെന്നോ ഇൻഷുറൻസ് ഉണ്ടോ ഒന്നും നമ്മൾ നോക്കാറില്ല. ഓക്കെ, ഇപ്പം നമ്മൾ എക്സ്പെർട്ട് ഡ്രൈവറാണ്, ഞാൻ ഒരുപാട് ലോങ് ഓട്ടിക്കും, എനിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കില്ല, അതൊക്കെ തെറ്റായ ധാരണയാണ്. ബൈ ചാൻസ് ആ വാഹനം തട്ടിയാൽ അതിൻ്റെ ദോഷങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? ദയവേത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ, വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. ഇതേപോലത്തെ നിങ്ങളെ കൂട്ടുകാരോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും വാടകയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകരുത്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത്, സപ്പോസ് നിങ്ങളൊരു യാത്ര പോവുകയാണ്, ഒരു വാഹനം തട്ടി, റെൻ്റ് കാറാണേ, ചിലപ്പോൾ ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടാവില്ല. ഇൻഷുറൻസ് ഉണ്ടായാലും ഈ നിങ്ങൾക്ക് വാടകയ്ക്ക് തന്ന വ്യക്തികൾ ക്ലെയിം ചെയ്യാൻ അവർ തയ്യാറാവില്ല. ഓർത്തുക, വലിയ വണ്ടിയാണെങ്കിൽ 2500, ചെറിയ വണ്ടിക്ക് 800 രൂപ മുതലുണ്ട്. 24 മണിക്കൂറാണേ. അപ്പോൾ സംഭവം വണ്ടി ആക്സിഡൻ്റായി. ഈ നിങ്ങൾക്ക് റെൻറ്റ് തരുന്ന വാഹനങ്ങൾ അവരുടെ സ്വന്തം വാഹനങ്ങളാവാൻ ഒരു കാരണവശാലും ചാൻസ് ഇല്ല. എന്നുവെച്ചാൽ ഒരുപാട് ടീംസുണ്ട്. അതായത് ഈ ക്യാഷ് വാങ്ങിച്ച് വണ്ടി പണയം എടുക്കുന്ന ടീമുകളുണ്ടാവും. അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ കാറുകൾ പണയം വെച്ചിട്ട് ക്യാഷ് വാങ്ങിക്കുന്ന ടീമുകളുണ്ടാവും. അവരെ വണ്ടിയായിരിക്കും ഇവരിങ്ങനെ നിങ്ങൾക്ക് റെൻറ്റിന് തന്നിട്ട് ക്യാഷ് വാങ്ങിച്ച് മുതലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാടകയ്ക്ക് വണ്ടി എടുത്തു, വണ്ടി ആക്സിഡൻ്റായി, നിങ്ങളെ പാസ്പോർട്ടും അല്ലെങ്കിൽ വാലിഡ് ഐറ്റംസ് അവരെ പക്കലിലാണ്. ശരി, നിങ്ങൾ അവരെ ഇൻഫോം ചെയ്യുന്നു, സാറേ ഇങ്ങനെ അല്ലെങ്കിൽ ചേട്ടാ വണ്ടി ആക്സിഡൻ്റായി. ഓക്കെ, അതായത് നിങ്ങൾ റെൻറ്റിന് എടുക്കും മുമ്പ് അവർക്ക് സൈനൊക്കെ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും കേടുപാടുകൾ പറഞ്ഞെങ്കിൽ ഞാൻ ചെയ്തു കൊള്ളാമെന്നുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് കാറ് തരത്തുള്ളൂ. അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ അവർ കാറ് തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ വണ്ടിയുടെ പാർട്സിൻ്റെ ചിലപ്പോൾ അത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടാവും, ചിലപ്പോൾ ഇൻഷുറൻസേ കാണില്ല. മറ്റുള്ളവരുടെ പേരിലായിരിക്കും വണ്ടി. അവർ ത്രൂ സൈൻ ചെയ്തെങ്കിൽ മാത്രമേ അത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ പണയം അല്ലെങ്കിൽ ക്യാഷിന് വേണ്ടി വണ്ടി പണയം വെച്ച ആൾ അറിയുന്നില്ല അവരെ വണ്ടി തട്ടിയത്. ഭയങ്കര റിസ്ക് എന്ന് വെച്ചാൽ ഒരു കാരണവശാലും വാടകയ്ക്ക് വണ്ടി എടുത്ത് ഓടിക്കരുത്. എന്തിനാന്നേ ഈ നാട്ടുകാരുടെ ഇടയിൽ നിങ്ങൾക്ക് കാറുണ്ടെന്ന് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ശരി, സംഭവം നോക്കൂ. അപ്പോൾ വണ്ടി തട്ടി ഡീലർഷിപ്പ് വരുന്നു. ഓക്കെ, അപ്പോൾ
ആ ഡീലർഷിപ്പിൽ പോകുമ്പം എസ്റ്റിമേറ്റ് കൊടുക്കും 50,000 രൂപ വരെ വർക്കുണ്ട്. ഓർത്തോ, ഡെയിലി വലിയ വണ്ടിക്ക് 2,500 ആണെങ്കിൽ 2,500 നിങ്ങൾ വണ്ടി തട്ടി 50,000 രൂപ വർക്ക്. ശരി, നിങ്ങൾ വണ്ടി തട്ടിയ പാർട്ടിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവരെ സെറ്റിൽമെൻറ്റ് നിങ്ങൾ ചെയ്യണം. എന്നുവെച്ചാൽ നിങ്ങളെ തെറ്റാണെങ്കിലും നിങ്ങൾ തെറ്റല്ലെങ്കിലും നിങ്ങൾക്ക് തർക്കിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇത് വാടകയ്ക്കെടുത്ത വണ്ടിയാണ്. നിങ്ങൾ സ്വന്തം വണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും തർക്കിക്കാം. ഓക്കെ, ഡീലർഷിപ്പിൽ വരുന്ന സമയം ഇവർ എസ്റ്റിമേറ്റ് തരും. ഓർത്തോ, എസ്റ്റിമേറ്റ് തരുമ്പോൾ നമ്മൾ സാറ് 50,000 ഉണ്ട്, ആ 50,000 അടച്ചു കഴിഞ്ഞാൽ വണ്ടി വർക്കിനെടുക്കാം. ഓക്കെ, അങ്ങനെ വണ്ടി വർക്കിനുള്ള അപ്രൂവൽ എടുക്കുന്നു. ഇതിൽ പല ഗെയിമും ഉണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ ഡീലർഷിപ്പിൽ നിന്ന സമയത്ത് ഒരുപാട് കേസുകൾ, പയ്യന്മാർ റെൻറ്റിന് കാറെടുത്ത് ആക്സിഡൻ്റ് ആയ കേസുകൾ വരും. സംഭവം നമുക്ക് മനസ്സാക്ഷി എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പം ഞാൻ ഈ കൂട്ടടുത്ത് സംസാരിച്ചിട്ട് ചിലപ്പോൾ അവരെ പേരിലൊക്കെ വണ്ടിയായിരിക്കും. ഞാൻ ചേട്ടാ ഇത് ക്ലെയിം ചെയ്യുന്നില്ല, ലാഭം പാവപ്പെട്ട പിള്ളേരല്ലേ എന്ന് പറയുമ്പം ആരെ വ്യക്തികളെന്ന് ഞാൻ പറയുന്നില്ല, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. മാക്സിമം എൻ്റെ അടുത്ത് പറയും, മാക്സിമം നിങ്ങൾ വണ്ടി ഡിലേ വരുത്തുക, പതുക്കെ പണി ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പറയേണ്ട ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ? ഡെയിലി 2,500 അല്ലെങ്കിൽ 1,000 രൂപ റെൻറ്റുള്ള വണ്ടി ദിവസം തോറും ഈ റെൻറ്റ് ഇവർക്ക് എമൗണ്ടായിട്ട് കിട്ടും. എല്ലാം ബിസിനസ്സാണ്, മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ്. ജസ്റ്റ് പയ്യന്മാർ ഷെയർ ചെയ്ത് ഈ റെൻറ്റിൻ്റെ അടുത്ത് ഓടാനുള്ള കേസാണ്. പക്ഷേ ഈ ഡിലേ 1, 2, 3, 4, 5, 10 ദിവസം താമസിക്കുമ്പം 2,500 ആണെങ്കിൽ നല്ലൊരു എമൗണ്ട് മാറും, 1,000 വെച്ചാണെങ്കിൽ 10,000 രൂപ മാറും. അറിയാമല്ലോ, റൊട്ടേഷൻ. അപ്പോൾ ഞാൻ പറയും ശരി, നിങ്ങൾ ക്ലെയിം ചെയ്യാൻ തയ്യാറാണല്ലോ, ഓക്കെ. പിന്നെ എൻ്റെ ഒരു മനസാക്ഷിയുടെ പുറത്ത് ഈ ഇടിച്ച പയ്യന്മാർ പറയും, ചേട്ടാ എങ്ങനെയെങ്കിലും എനിക്ക് വണ്ടി ഇറക്കി തരണം. അപ്പോൾ ഞാനും ഇതിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്. ഞാനെന്ത് ചെയ്യും, മാക്സിമം പെട്ടെന്ന് 10 ദിവസം ഡിലേ ആക്കാൻ വരുന്ന വണ്ടി ഞാനൊരു 3 ദിവസം കൊണ്ട് മാക്സിമം ഇവർക്ക് വണ്ടി ഇറക്കി കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ 3 ദിവസം കൊണ്ട് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് 1,000 വെച്ച് 3,000 രൂപ അവർക്ക് അഡീഷണൽ കൊടുക്കണം. 10 ദിവസം ആകുമ്പോൾ 10,000 രൂപ കൊടുക്കണം. അങ്ങനെ ചില കേസുകൾ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും വാടകയ്ക്ക് വണ്ടി എടുത്ത് ഓടിക്കരുത്. ഇപ്പോൾ നമുക്ക് ലോങ് എന്തുമാത്രം ട്രെയിനുണ്ട്, എന്തുമാത്രം ബസ്സുകൾ ഇവിടെ ഉണ്ട്. ഒരു റിസ്ക്കും ഇല്ല. ടിക്കറ്റ് എടുക്കുക, യാത്ര ചെയ്യുക, സേഫായിട്ട് പോവാം. ശരി, നിങ്ങൾക്ക് കാറിൽ പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ കോളേ ടാക്സി ഡ്രൈവർ ഇൻക്ലൂഡായ വണ്ടികൾ ഇവിടെ ശരിക്കും ഉണ്ട്. ജസ്റ്റ് കോൾ ചെയ്യുക, ഡ്രൈവർ ഉൾപ്പെടെ വണ്ടി വരും, നിങ്ങൾ കയറി എടുക്കുക, ഒരു റിസ്ക്കും ഇല്ല. ആ വണ്ടിക്ക് കിലോമീറ്റർ റേറ്റും ഡ്രൈവർ ബാറ്റയും കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി. എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇതല്ല, എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. ഈ വണ്ടികളെ ആൾക്കാർ എന്നെ വന്ന് ക്യാൻവാസ് ചെയ്യുന്നു, രാശേ ഇത്ര ഡിലേ വരുത്തിയാൽ നിനക്ക് ഇതിനു. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ക്യാഷ് എനിക്ക് വേണ്ട. ശരി, നോക്കാം. പക്ഷേ ഈ പാവപ്പെട്ട ഈ പയ്യന്മാർ അവർ ഷെയർ ചെയ്തിട്ടായിരിക്കും വണ്ടി എടുക്കുന്നത്. ഈ 10 ദിവസം ഡിലേ വരുത്താൻ കഴിഞ്ഞാൽ ഞാൻ 3 ദിവസം കൊണ്ട് ഇറക്കി കൊടുക്കും. എനിക്ക് അതിനുള്ള ഇത് മതി. വെച്ചാൽ അവരെ ചേട്ടാ വളരെ ഉപകാരം. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ശരി, ഇപ്പം ഞാനുള്ള വ്യക്തി, രാജേഷ് എന്നുള്ള വ്യക്തി, ഈ മനസാക്ഷിയുള്ളവർ എപ്പോഴും എല്ലാ ഡീലർഷിപ്പിലും കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനി ഒരു കാരണവശാലും വാടകയ്ക്ക് കാർ എടുത്തുകൊണ്ട് പോകരുത്. ടാക്സി പിടിക്കുകയോ ബസ്സിൽ പോവുകയോ ട്രെയിനിൽ പോവുകയോ ചെയ്യുക. എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഇപ്പം നിങ്ങൾ ഈ വാടകയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയി ഒരാളെ തട്ടി ആൾക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ ആര് ഏക്കും? ഇൻഷുറൻസ് ഉണ്ടോ വണ്ടിക്ക്? ഇല്ല. അതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ്. ഒരു കാരണവശാലും കൂട്ടുകാരെ റെൻറ്റിന് കാർ എടുക്കരുത്. നടന്നു പോയിക്കോ, അല്ലെങ്കിൽ ടാക്സി പിടിച്ച് പൊയ്ക്കോ, ബസ്സിൽ പൊയ്ക്കോ, ട്രെയിനിൽ പൊയ്ക്കോ, എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഒരു കാരണവശാലും റെൻറ്റിന് കാർ എടുക്കല് ഭയങ്കര റിസ്ക്കാണ്. നമ്മളെ പാസ്പോർട്ട് ഇപ്പോൾ എല്ലാ സെറ്റിൽമെൻറ്റ് ചെയ്ത ശേഷം എന്തെങ്കിലും ഒറിജിനൽ വാല്യൂഡ് പ്രൂഫ് നമുക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ്, ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തികൾ 1, 2 കേസല്ല, ഒരുപാട് കേസുകൾ. ഇപ്പോഴും എൻ്റെ ചാനൽ സബ്സ്ക്രൈബറുമാണ് ഈ ആൾക്കാർ. അപ്പോൾ അന്ന് ഞാനെന്നുള്ള വ്യക്തി ഹെൽപ്പ് ചെയ്തുകൊണ്ടെങ്കിൽ ഒരുവിധം രക്ഷപ്പെട്ടു പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വാടകയ്ക്ക് വണ്ടി എടുക്കുന്നത് തൊട്ട് റിസ്ക്കാണ്. തട്ടോ മുട്ടോ, വണ്ടിക്ക് ഇൻഷുറൻസ് കാണൂല, ചിലപ്പോൾ വേറെ ഒരാളുടെ പേരിലായിരിക്കും.
എന്തിനാണ് ഇതിൻ്റെ പിറകിൽ തൂങ്ങുന്നത്? ഒരു ആവശ്യമില്ല. ഒരു കാരണവശാലും വാടകയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകരുത്. ഓക്കെ, വിത്ത് ഡ്രൈവർ ഉൾപ്പെടെയുള്ള വണ്ടികൾ വിളിച്ചു പൊയ്ക്കോ, വലിയ എമൗണ്ട് ആവത്തില്ല. ഇത് റിസ്ക് എടുക്കണം, വണ്ടിക്ക് പെട്രോൾ അടിക്കണം, പേടിച്ച് വണ്ടി ഓടിക്കണം. എന്തിനാന്നേ? ഒരു ആവശ്യമില്ല. അതുകൊണ്ട് ദയവേദി എൻ്റെ കൂട്ടുകാർ ഒരു കാരണവശാലും റെൻറ്റിന് വണ്ടി എടുത്ത് പോകരുത്. ഇതിൽ അനുഭവമുള്ളവരുണ്ടാവും ഈ വീഡിയോ കാണുന്നവർ. ഓക്കെ, അപ്പോൾ ഈ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.